ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്ത് വെള്ളത്തിൽ തട്ടിയിട്ടപ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർത്തത്. സവാളയും ഇല്ല, കൊച്ചുള്ളിയും ഇല്ല, തക്കാളിയും ഇല്ല. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി നമ്മളെ വക്കത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് റാസ്കോ മാർട്ട്. അങ്ങനെ ഞാനും സനാച്ചിയും കൂടെ അങ്ങനെ നൂരെ പോകുന്നത് റാസ്കോ മാർട്ടിലാണ്. നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ മച്ചാന്മാരെ ഞങ്ങൾ ഹീറോ സൈക്കിളിൽ ഈ കിളഞ്ചാമണഞ്ച റോട്ടിലൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ്. 10 മിനിറ്റോളം സൈക്കിൾ ചവിട്ടിയാലേ റാസ്കോ മാർട്ടിൻ്റെ മുമ്പിലെത്തും. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ മതിൽ ചാരി വെച്ചിരിക്കുന്ന റാസ്കോ മാർട്ടിൻ്റെ ബോർഡ്. അങ്ങനെ ഞങ്ങൾ ആ കടയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല. അങ്ങനെ സനാച്ചിയും ഞാനും കൂടെ നേരെ അതിനകത്തോട്ട് കയറുകയാണ്. ഓരോ സ്റ്റെപ്പുകളും ചവിട്ടി അകത്തോട്ട് കയറുമ്പോൾ ഒരു അലക്കോ ആവിയൊന്നും കാണുന്നില്ല. രാവിലെ 7 മണിക്ക് കടയുടെ മുമ്പിൽ വന്നാൽ ഇവിടെ ആരെങ്കിലും കാണും? അവർ കട തുറന്ന് സ്റ്റാഫുകൾ പോലും വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് അകത്തോട്ട് തള്ളിക്കയറി ചെല്ലാം. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആരെയും കാണുന്നില്ലല്ലേ മച്ചാന്മാരെ? എന്തായാലും അങ്ങേ അറ്റം വരെ ചവിട്ടി കുലുക്കി ചെല്ലാം. ഏതാണ്ട് അങ്ങേ മൂല വരെയൊക്കെ എത്താറായ. എവിടെയൊക്കെ അനക്കോ ആവിയൊക്കെ കാണുന്നുണ്ട്. അതെ, നമ്മളിവിടെ കടയുടെ മുമ്പിലെത്തും. 1-2 സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 4 കിലോ സവാള മേടിച്ചിട്ടുണ്ട്. 4 കിലോ സവാളയും 1 കിലോ തക്കാളിയും വാങ്ങിച്ച് നമ്മൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തിരിച്ച് നടക്കുകയാണ്. കടയെക്കുറിച്ച് ഒന്നും പറയാനില്ല. 10ക്ക് 10 കംപ്ലീറ്റ് ഐറ്റംസുകളും വന്ന് നിറഞ്ഞ് മറിഞ്ഞ് കിടപ്പുണ്ട് കടയിൽ. അങ്ങനെ കുറച്ച് മുട്ടായും സാധനമൊക്കെ മേടിച്ച് എന്തായാലും ബീഫ് ഉണ്ടാക്കാൻ പോകാനല്ലോ. ഒരു 7-up മേടിച്ച് തള്ളി എല്ലാം കൂടെ തൂക്കി 100-500 രൂപ കടയിലും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വരാനുള്ള സെറ്റപ്പിലാണ്. ബീഫും വെള്ളത്തിക്കിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി അവിടെ പോയിട്ട് വേണം പാചകം. എന്തായാലും ഈ കടയെക്കുറിച്ച് പ്രത്യേകിച്ചും അങ്ങനെ ഒന്നും പറയാനില്ല. ഈ വക്കത്ത് പിന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവിടെയുള്ള മിക്ക സ്റ്റാഫുകളും നമ്മളെ ഫോളോവേഴ്സാണ്, നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്. നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാം കമൻറ്റൊക്കെ തരുന്ന സ്റ്റാഫുകളാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാ സാധനവും വാരി കെട്ടി അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ്. പിന്നെ കടയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ വക്കത്ത് ഏറ്റവും കൂടുതൽ വില കുറച്ച് സാധനം കിട്ടുന്ന, നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റാണിത്. നമ്മൾ സാധനം എല്ലാം മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ബീഫ് മുളഞ്ചാക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വറക്കിയൊക്കെ താണ്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ തളിച്ച് ഇളക്കി മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ജുമി ഇവിടെ എല്ലാ പാചകമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞ് തള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ള ചേരുവ കാര്യങ്ങളുമൊക്കെ ഒന്ന് ചോദിക്കണം. പിന്നെ എന്തായാലും ബീഫൊക്കെ എടുത്ത് കുക്കറിലോട്ട് തള്ളിയിട്ടുണ്ട്. കുക്കറിലൊക്കെ തള്ളി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി അല്ലേ ചുമല? മുളക് പൊടിയല്ലേ അത്? അതെ, 1.25 സ്പൂൺ മുളക് പൊടി. 1.25 സ്പൂൺ മുളക് പൊടി തള്ളിയിട്ടുണ്ട്. പിന്നെ 2 കരണ്ടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 കരണ്ടി മല്ലിപ്പൊടി. ഇതൊക്കെ കണ്ട് വെച്ചു. അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ എടുത്ത് ചാമ്പി കൊടുക്കാം. സൂപ്പർ സാധനമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. 2 ടീസ്പൂൺ ഗരം മസാല. അങ്ങനെ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് ചേർക്കാനുണ്ട്? 1 സ്പൂൺ കുരുമുളക് പൊടി. വെറൈറ്റി ഐറ്റംസ് ആണെന്ന് തോന്നുന്നല്ലേ ജൂമിയുടെ? അതെന്തോ സാധനം? 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ്. പാകത്തിന് ഉപ്പ്. കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കുക.
നേരവും കാലമൊന്നും നോക്കാതെ കോഴി കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. അതെന്താ ജുമി? സൺഫ്ലവർ ഓയിൽ, കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിന് മീതിയിട്ട് കുക്കർ മൂടി നമുക്ക് ഒരു 7 വിസിൽ കേൾപ്പിക്കാം. കുക്കർ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് ഗ്രേവി തയ്യാറാക്കാം. അങ്ങനെ ജൂമി വലിയൊരു കടായിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തൂവി ഇടുന്നുണ്ട് മക്കളെ. എന്തോ വലിയ അംഗത്തിനാണ്. എന്തോ ജൂമി? ചൂടായ എണ്ണയിലേക്ക് നീളനെ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ചേർത്തത്. ഇഞ്ചി ചേർത്ത് ഇനി അടുത്ത എന്തെങ്കിലും ചേരുവകൾ ചേർക്കാനുണ്ടോ? ഇതിനകത്ത് വേറെ എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ? പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ചേർക്കുന്ന കണക്ക് തന്നെ. സവാള, നീളനെ അരിഞ്ഞു വെച്ച സവാള എല്ലാം കൂടി ഇളക്കണം നിങ്ങൾ. സവാള നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ ഇളക്കണം. എൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് ജൂമി ഈ അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മുമ്പൊരിക്കൽ എനിക്ക് ഇതുപോലെ ബീഫ് വരട്ടി തന്നായിരുന്നു. എൻ്റെ പൊന്നോ, അന്നത്തെ ടേസ്റ്റ് എനിക്ക് ഇതുവരെ വായിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് ജുമിയെ കൊണ്ട് തന്നെ വെപ്പിക്കാമെന്നു. ഇതെന്തോ ജുമിയ ഇട്ടിരിക്കുന്നത്? സവാള അല്ല, ഇതായിട്ടത് തക്കാളിയാ? തക്കാളി സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ട് വീപ്പിട്ട് കുഴയ്ക്കണം അല്ലേ? അതിനുശേഷം തക്കാളിയും സവാളയും വഴണ്ടി വന്ന ശേഷം ബീഫ്, നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് അതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. കൈയെടുക്കാതെ ഇളക്കണം. നന്നായിട്ട് വരണ്ട് വരണം. നന്നായിട്ട് വരട്ടി വേണമെങ്കിലും എടുക്കാം, ഇങ്ങനെ കുഴച്ച് വേണമെങ്കിലും എടുക്കാം അല്ലേ? എങ്ങനെയാണ്? അതിനുശേഷം നീ മുമ്പ് എനിക്ക് തന്നെ കുഴച്ചല്ലേ തന്നത്? അതെ. വരട്ടിയെടുക്കണമെങ്കിൽ നന്നായിട്ട് വരണ്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുള്ള ശേഷം വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറഞ്ഞ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഗ്രേവി ചെറിയ ഗ്രേവിയുള്ള രീതിയിലാണ്. കറിവേപ്പില ഇട്ട് മുളക്, പച്ചമുളക് കീറി അതിൻ്റെ മുകളിലൂടെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. മണം വന്നിട്ടുണ്ടോ? അയ്യോ എൻ്റെ പൊന്നോ, എന്നാ മണമായത്. സൂപ്പർ, അടിപൊളി കേട്ടോ. നമ്മുടെ ജുമൈദയുടെ പാചകമാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്.